നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ചില പ്രധാന സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഒ എൻ ജി സി വെള്ളിയാഴ്ച 1.85% ഇടിഞ്ഞ് 268 ക്ലോസിംഗ് നൽകി. 3.36 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 7.8, ഡിവിഡൻഡ് യിൽഡ് 3.8%. 52 വീക്ക് ഹൈ 275, 52 വീക്ക് ലോ 143. കഴിഞ്ഞ 6 മാസം കൊണ്ട് 50% റിട്ടേണും 1 വർഷം കൊണ്ട് 80% റിട്ടേണും നൽകിയ PSU സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയാണ് ONGC. സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ 6 മാസത്തെ പെർഫോമൻസിനെ ജസ്റ്റിഫൈ ചെയ്യാത്ത രീതിയിലുള്ള ക്വാർട്ടർലി റിസൾട്ട് സ്റ്റോക്ക് പുറത്തുവിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കൺസേൺ. ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 7.9% ഇടിഞ്ഞ് 10,748 കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 2.2% ഇടിഞ്ഞ് 1,69,213 കോടിയിൽ നിന്നും 1,65,569 കോടിയിലേക്കെത്തി. ഇന്ത്യയുടെ ടോട്ടൽ ഓയിൽ പ്രൊഡക്ഷൻ്റെ 67%, ഗ്യാസ് പ്രൊഡക്ഷൻ്റെ 54% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയായ ONGC ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം 4 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഫെബ്രുവരി 17. ക്വാർട്ടർലി റിസൾട്ടിൽ അത്ര മികച്ച പെർഫോമൻസ് അല്ല കമ്പനി കാഴ്ചവെച്ചത്. ഓൾ ടൈം ഹൈക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. അതുകൊണ്ട് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ചിലപ്പോൾ നെഗറ്റീവ് സ്റ്റോക്ക് ആക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ONGCയെ സംബന്ധിച്ച പ്രധാന സപ്പോർട്ട് 250 കഴിഞ്ഞാൽ ഓരോ 10 രൂപ ഡൗൺ സൈഡിലും സപ്പോർട്ടുണ്ട്. 240, 230 തുടങ്ങിയ റേഞ്ചുകളും സപ്പോർട്ടാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് IRCTCയുടെ ക്വാർട്ടർലി റിസൾട്ട് നാളെ പുറത്തു വരും. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.58% ഇടിഞ്ഞ് 938 ക്ലോസിംഗ് നൽകി. 75,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 70.82, ഡിവിഡൻഡ് യിൽഡ് 0.60%. കഴിഞ്ഞ 1 വർഷം കൊണ്ട് 46%-നടുത്ത് റിട്ടേൺ നൽകിയ റെയിൽവേ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് IRCTC. റീസെൻ്റ്ലി കഴിഞ്ഞ 2 ആഴ്ചയായി റെയിൽ സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും കറക്റ്റ് ആവുകയാണ്. അതിനനുസരിച്ചുള്ളൊരു കറക്ഷൻ IRCTCയിലും കാണാൻ സാധിച്ചു. IRCTC പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ബിസിനസ്സിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇതുകൂടാതെ ഉത്തരാഖണ്ഡ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉത്തരാഖണ്ഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് ബോർഡുമായി ചേർന്ന് IRCTC മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവയ്ക്കുകയും ഭാരത് ഗൗരവ് ട്രെയിൻസ് എന്ന പേരിൽ ഒരു ടൂറിസ്റ്റ് ട്രെയിൻ കമ്പനി ലോഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ന്യൂസുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ IRCTC എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 3 ആഴ്ചയായി സ്റ്റോക്ക് കറക്റ്റ് ആവുകയാണ്. 939 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 1050 സ്റ്റോക്ക് എത്തിയതിന് ശേഷമാണ് സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായത്. 900, 880 തുടങ്ങിയ റേഞ്ചുകളാണ് പ്രധാന സപ്പോർട്ട്. 1050, 1100, 1280 തുടങ്ങിയ റേഞ്ചുകളാണ് പ്രധാന റെസിസ്റ്റൻസ്. മൂന്നാമത്തെ സ്റ്റോക്ക് EC ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് വെള്ളിയാഴ്ച 2.8% ഇടിഞ്ഞ് 50 രൂപ 95 പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 9,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 60.53, ഡിവിഡൻഡ് യിൽഡ് 0.20%. EC ട്രിപ്പ് പ്ലാനേഴ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 9.5% ഉയർന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. കൂടാതെ കമ്പനിയുടെ എബിറ്റയിലും വളർച്ചയുണ്ടായിട്ടുണ്ട്. കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 18% ഉയരുകയും ചെയ്തു. റവന്യൂ 136 കോടിയിൽ നിന്നും 160 കോടിയിലേക്കും പ്രോഫിറ്റ് 41 കോടിയിൽ നിന്നും 45 കോടിയിലേക്കും ഉയർന്നിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കമ്പനി ഹോട്ടൽ ആൻഡ് റിസോർട്ട് സെഗ്മെൻറ്റിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. ഇതിനുവേണ്ടി ഇക്കോ ഹോട്ടൽസ് ആൻഡ് റിസോർട്ടിൻ്റെ 13%-ഓളം സ്റ്റേക്ക് അക്വയർ ചെയ്യുകയും ചെയ്തു. EC ട്രിപ്പ് പ്ലാനേഴ്സിൻ്റെ സെഗ്മെൻറ്റ് വൈസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എയർ ടിക്കറ്റിംഗ് സെഗ്മെൻറ്റിലെ റവന്യൂ 29.7% ഇടിഞ്ഞിട്ടുണ്ട്. ഹോട്ടൽ ബുക്കിംഗ് റവന്യൂ 4.1% ഇടിഞ്ഞിട്ടുണ്ട്. അതേസമയം അതർ ബുക്കിങ്ങിൽ 82.5%-ഓളം വർധന ഉണ്ടാവുകയും ഗ്രോസ് ബുക്കിംഗ് റവന്യൂ ഇയർ ഓൺ ഇയറിൽ 10.6%-ഓളം ഇടിയുകയും ചെയ്തു. കമ്പനി ഉത്തരാഖണ്ഡ് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉത്തരാഖണ്ഡ് ഗവൺമെൻറ്റുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലും ഒപ്പുവെച്ചിട്ടുണ്ട്.
ടെക്നിക്കലി വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞു. 55 എന്ന ലെവലിന് മുകളിൽ ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 60, 70 തുടങ്ങിയ റേഞ്ചുകളിലെ അപ്സൈഡ് മൂവ്മെൻറ്റ് ഈസി ട്രിപ്പ് പ്ലാനേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കാം. മികച്ച ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട മറ്റൊരു സ്റ്റോക്കാണ് അഡ്വാൻസ്ഡ് എൻസൈം ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് വെള്ളിയാഴ്ച 382 ക്ലോസിംഗ് നൽകി. 4000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 34.20, ഡിവിഡൻഡ് ഈൽഡ് 1.31%, 52 വീക്ക് ഹൈ 404, 52 വീക്ക് ലോ 225. ഒരു വർഷം കൊണ്ട് 40% റിട്ടേൺ നൽകി. ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും സെയിൽസും പ്രോഫിറ്റും ഉയർന്നിട്ടുണ്ട്. 142 കോടിയിൽ നിന്ന് 161 കോടിയിലേക്ക് സെയിൽസ് ഉയർന്നു. ക്വാർട്ടർ ടു ക്വാർട്ടർ 158 കോടിയിൽ നിന്ന് 161 കോടിയിലേക്ക് സെയിൽസ് ഉയർന്നു. അതേസമയം നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 28 കോടിയിൽ നിന്നും 42 കോടിയിലേക്കാണ് ഉയർന്നത്. ക്വാർട്ടർ ടു ക്വാർട്ടർ 35 കോടിയിൽ നിന്നും 42 കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ഓപ്പറേറ്റിംഗ് മാർജിൻ 29% നിന്നും 33% ഉയർന്നു. കമ്പനിയുടെ ROE 9.2%, ROCE 11.9%, വാല്യൂഷൻ 30.5. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 7%, 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് -6%, ROE 12%. 1226 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 39 കോടിയുടെ കടമാണുള്ളത്. പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 45.9 നിന്നും 43.6 ഇടിഞ്ഞു. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 22.5, DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 6.9, പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 26.88. മികച്ച രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഗ്രോത്താണ് അഡ്വാൻസ് എൻസൈം ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ഇതിന് മുകളിലുള്ളൊരു മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിൽ പോസിറ്റീവ് സ്റ്റോക്ക് ആക്ഷൻ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. 381 നിന്നും സ്റ്റോക്ക് 400, 450, 500 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. പ്രധാന സപ്പോർട്ട് 350. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്